അതെ നിന്നെ. അല്ല, ആള് പോലീസ് ഇൻസ്പെക്ടർ ആയ സ്ഥിതിക്ക് ഇനി എന്റെ പേരിൽ വല്ല കള്ളക്കേസ് ഉണ്ടാക്കി എന്നെ അകത്താക്കൂ എന്നുള്ളത് എന്റെ ഇപ്പോഴത്തെ പേടി. രവി സാർ ഇങ്ങോട്ട് വന്നേ. ഞങ്ങളുടെ മൈക്കിളിന് എന്താ സംഭവിച്ചെന്ന് കണ്ടുപിടിക്കണ്ടേ? അല്ല, അത് കണ്ടുപിടിക്കണമല്ലോ. ആ വേണം. വേണം. ഒരു മിനിറ്റ് സർ. വരുന്നു. ഞാൻ ഇപ്പൊ വരാമേ. ചെറുപ്പക്കാരിയാണല്ലോ. ഇതാണല്ലേ രേവതി ടീച്ചറെ? അയ്യോ, ഇത് അനസൂയ ചേച്ചിയാ, ടീച്ചറിന്റെ ബന്ധുവാ. ഇതാരാ? അയ്യോ ചേച്ചി, ഇതെന്റെ ബ്രദറാ, വലിയ ആളാ. നമസ്കാരം. നമസ്കാരം. ഞാൻ രവി ചായപ്പറമ്പിൽ. ടീച്ചറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാ. നിങ്ങൾ സംസാരിക്കേ, ഞാൻ ടീച്ചറിനെ വിളിച്ചോണ്ട് വരാം. ഓ ശരി ശരി. ചായപ്പറമ്പ് സാർ വരൂ, അവിടെ ഇരിക്കാം. ഓ നടക്കൂ. പേടിച്ചോ? മൈക്കിളിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ആ ചെറുക്കൻ കൂടെ കൂടെ ഇവിടെ വരുമായിരുന്നു. ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയാണോ? എന്റെ തൊലി ഉരിഞ്ഞു പോയി. എന്നെ സാറേ, അശ്ശേ അതല്ല, അനന്യമോളുടെ ചേട്ടനാന്ന് പറഞ്ഞോണ്ടാ ഞാനിതൊക്കെ പറഞ്ഞതേ. രേവതി ചേച്ചിയോട് സാർ ഇതൊന്ന് ചോദിച്ചേക്കല്ലേ. എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കും. എനിക്കത് മതി. ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? കണ്ടാ അങ്ങനെ പറയൂ. നമസ്കാരം സാർ. ആരാ? ഞാനിവിടെ ഡാൻസ് പഠിക്കാൻ വേണ്ടി വന്ന. ഡാൻസ് പഠിക്കാൻ വന്നോ? അല്ല, അതുകൊള്ളാം. ഡാൻസ് പഠിക്കാൻ വന്ന അനിനയുടെ ഫാദറാ. ഓ അല്ല, ബ്രദറാ. താങ്കൾ ആദ്യം ഒന്ന് ഫിക്സ് ചെയ്യാ, ഫാദർ ആണോ ബ്രദർ ആണോ? സാറ് തെറ്റിദ്ധരിക്കരുത്. ഞാൻ അവളുടെ അച്ഛനും അമ്മയും മാധുരനും സഹോദരനും എല്ലാമാണ് സാർ. അതുകൊണ്ട് ഞാൻ അവളുടെ ടീച്ചറിനൊന്ന് കാണാൻ വേണ്ടി വന്ന. ഓ അനസൂയെ, രേവതി വിളിച്ചില്ലേ? അനന്യമോള് വിളിക്കാൻ പോയിട്ടുണ്ട് ചേട്ടാ. അല്ല സാറേ. ഇരുന്നോ. അനസൂയേ, ഓ വരുന്നു, ഇപ്പൊ വരാവേ. ടീച്ചർ, ഇതിന്റെ സഹോദരൻ വലിയ സാഹിത്യകാരനാ, രവി ചായപ്പറമ്പ്. ചേട്ടന് ടീച്ചറിനോട് എന്തൊക്കെയോ ചോദിക്കാനുണ്ട്. എന്താ അറിയേണ്ടത്? അതെ, ചോദിച്ചോ. എന്ത് ചോദിച്ചാലും ചേച്ചി മറുപടി പറയും, അല്ലെങ്കിൽ ഞാനുണ്ടല്ലോ.